ഹലോ ഹലോ ഏട്ടാ ഞാൻ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞേ ബസ് സ്റ്റോപ്പിൽ ഇരിക്കാ. ഡോക്ടർ പറഞ്ഞേ കൊഴപ്പൊന്നുമില്ലേ? പിന്നെ ഹലോ പിന്നെ ഞാൻ 6 മാസം കൂടെ അല്ലേ ഉള്ളൂ, അപ്പോഴേക്കും നിങ്ങൾ വരുമോ? മോളെ പ്രസവത്തിന് ഏട്ടന് എത്താൻ കഴിയില്ല. 4 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് ലീവ് തരുള്ളൂ അറിഞ്ഞു പറയണതേ. കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം പോയതല്ലേ നിങ്ങള്? മോളെ ചൂടാവല്ലേ, അടുത്ത പ്രസവത്തിന് എന്തായാലും ഞാൻ വരാൻ പോരെ. പറ്റിക്കരുത് കേട്ടോ. രൂപയ്ക്കുള്ള ആദ്യത്തെ ചോദ്യം എന്താണ്? പ്രശസ്ത സിനിമാ താരം ജാഫർ ഇടുക്കി ഏത് ജില്ലക്കാരനാണ്? മലപ്പുറം. മറ്റേ കോട്ടയത്താന്ന് തോന്നുന്നു. ചേട്ടാ ഓപ്ഷൻ ഉണ്ട്. അണ്ടി തകരി. കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, ഇടുക്കി. ജാഫർ ഇടുക്കി. പെട്ടെന്നാണല്ലോ മൊത്തം ആലോചിക്കണം. ജാഫർ ഇടുക്കി ഏത് ജില്ലക്കാരൻ? നിങ്ങളെടുത്താണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്, നിങ്ങൾ എന്ത് പറയും? ഇടുക്കി. അപ്പൊ ഇടുക്കി. ആംബുലൻസ് അല്ലേ? ഞങ്ങൾ പെട്ടെന്ന് വരണം. ഇവിടെ ഹൈവേയില് ബസ് സ്റ്റോപ്പിൽ ഒരു പെണ്ണ് ബോധം കെട്ട്. 1/2 മണിക്കൂറോ? അപ്പോഴേക്കും ഇത് തട്ടിപ്പോവും. എന്താ ചെയ്യല്? നിങ്ങൾ ഫോണിൽ കൂടെ പറഞ്ഞു ഞാൻ അതേമാതിരി ചെയ്തോളാം. എന്താണ് മുഖത്ത് വെള്ളം തളിച്ച് വിളിക്കേ? നിങ്ങൾ കട്ട് ചെയ്തിട്ടാ? ഓ ആദ്യം വെള്ളമുണ്ട്. പെണ്ണ എണീക്ക്. ഗുണ്ടസ്ഥാനിയാണ് വിളിക്കണേ. എണീക്ക് പെണ്ണേ. എന്താ രാവിലെ തിന്നാ തന്നേ? ഈ എന്താ എടുത്ത് തിന്നേ? മത്തിക്കറിയും ചോറും. നല്ല നായിയാണല്ലോ ഈ. നായിക്ക് എന്നാ വെച്ചാണ്ട് എടുത്ത് തിന്നേ? എനിക്ക് വയറെന്തോ പോലെയാണ്ടേ. എന്നോട് ഞാൻ എന്തെന്നാ വെറുതെ ഒന്ന് കാണാൻ വരാൻ പറഞ്ഞപ്പോ എന്തിനാ ഈ സാധനം മൊത്തമായിട്ട് ഇങ്ങോട്ട് വന്നേ? അതെ, ഏട്ടന്റെ വീട്ടിൽ ഇങ്ങോട്ട് വന്ന് കേട്ടി. ഇവളത് കേട്ടല്ലോ. എന്ത് ഇപ്പൊ എന്താ പറഞ്ഞേ? ഏട്ടന്റെ വിളി കേട്ടപ്പോ വിളിന്നാ പറഞ്ഞേ? കേട്ടോ? അല്ല ഏട്ടാ, നമുക്കൊരു ടിക്ടോക്ക് ചെയ്യാട്ടോ. ഇപ്പൊ ചെയ്ത പൊളി വേണ്ട, ഞാൻ പോകും. 30 വയസ്സുമായി ചെയ്യാ. മഞ്ഞ കളർ പാന്റ് ഇട്ട പാട്ട് വെക്കട്ടെ ഏട്ടാ? പൂത്തുമ്പി കുർലിമാമാണേ. അല്ലണ്ട, പൂത്തുമ്പി കുരുള മമ്മി. ഓക്കെ, അത് കഴിഞ്ഞാ ചീറ്റി. ഞാൻ രാവിലെ കയറി നല്ലപോലെ കെട്ടിയതാ മുറുകിയതാ. അയ്യോ, എന്റെ കാര്യത്തിനകത്ത് കെട്ടിട്ട് നീ അങ്ങോട്ട് വലിക്കും. ഞാൻ പൊട്ടി താഴെ വീണ് ചത്ത് കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? അത് ശരിയാണല്ലോ. നോക്കട്ടെ, മുറുകിയൊന്ന് കയറി നോക്കിയൊന്നു. സൂപ്പറായിട്ട് മുറുകിയിട്ടുണ്ട്. ഏതാ അച്ചപ്പത്തല തലയെ കൊണ്ട് കയറ്റിയത്? തലയിട്ട് നോക്ക് മുറിയാന്ന്. മുറുകിയിട്ടുണ്ടല്ലോ, കണ്ടോ? ഈ രാവിലെ ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഞാനത് ഡബ് ചെയ്യുന്നേ. ചേർക്കാൻ വന്നല്ലോ. അതെ. അല്ല, ഇയാള് വിചാരിച്ച 1-2 പിള്ളേരെ സംഘടിപ്പിക്കാൻ പറ്റുമോ? എനിക്ക് താല്പര്യം, പക്ഷെ വൈഫ് സമ്മതിക്കില്ല. അതല്ല പറഞ്ഞെന്ന്. താൻ വിചാരിച്ച അയൽവക്കത്തോ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ശ്രമിച്ചു കൂടെന്നാ ചോദിച്ചേ. ഞാൻ 2-3 വർഷം മുമ്പ് 1-2 ശ്രമം നടത്തിയതാ, പക്ഷെ നാട്ടുകാർ കൈയോടെ പോകും. തെങ്ങി കെട്ടിയിട്ട് അടിച്ചോളാം.